അടുത്തതായി നമുക്ക് ഓക്സിജൻ ഫാമിലി എടുക്കാം. ഓക്സിജൻ ഫാമിലിയിലെ പ്രധാനപ്പെട്ട ട്രെൻഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ എടുക്കുന്നത് ബോണ്ട് ആംഗിളിൻ്റെ ഓർഡറുമായി ബന്ധപ്പെട്ട അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് ഒന്ന് വാട്ടറിനെ എടുക്കാം, ദെൻ H2S എടുക്കാം, ദെൻ H2SE എടുക്കാം, ദെൻ H2TE എടുക്കാം. നമുക്കറിയാം ഓക്സിജൻ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ഇത്തരത്തിലുള്ള മെമ്പേഴ്സാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ബോണ്ട് ആംഗിളിൻ്റെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണം. ബോണ്ട് ആംഗിൾ ഓർഡർ, ബോണ്ട് ആംഗിൾ ഓക്കെ ആണോ? സി, നമുക്കറിയാം ഞാൻ വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടറിലെ ഓക്സിജൻ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവാണ്. അതായത് ഇവിടെ ഒരു ഉണ്ടെന്ന് ഓക്സിജൻ ഉണ്ട് വിചാരിക്കും, ഇവിടെ ഹൈഡ്രജന്, ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടാണ് ഈ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഓക്സിജൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ലോൺ പെയർ ഇലക്ട്രോണിനെ കാണാൻ കഴിയും. ഓക്കെ, എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡ് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വേടിക്കുന്ന, അതിനെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയാം. നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഒന്ന് ഇങ്ങോട്ട് വലിക്കും. മനസ്സിലായോ? സോ ഈ ഇലക്ട്രോൺസും ഇവിടെ ലോൺ പെയർ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ നന്നായിട്ട് റിപ്പൽ ചെയ്യും. സി, ഓക്സിജന് ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഷെയ്ഡ് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വലിക്കും. ഈ വലിച്ച ഇലക്ട്രോണും ലോൺ പെയറും അപ്പോൾ എന്തുണ്ടാവും? അവർ തമ്മിൽ വലിയൊരു റിപ്പൽഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ ആംഗിൾ കൂടും. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടിയും പറയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഓക്സിജന് ഇലക്ട്രോൺസിനെ അങ്ങോട്ട് വലിക്കും. പക്ഷേ ഈ വലിച്ച ഇലക്ട്രോൺസും ലോൺ പെയർസും തമ്മിൽ നന്നായിട്ട് റിപ്പൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ വാട്ടറിൽ കൂടും. സോ ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ വാട്ടർ ആയിരിക്കും. ദെൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും, ബിക്കോസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അടുത്ത എലമെൻസിന് കുറവാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെൻഡ് എടുക്കാം. രണ്ടാമതായിട്ട് ഞാൻ എടുക്കുന്നത് ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നതിലുള്ള ട്രെൻഡാണ്. നമുക്ക് സെയിം എലമെൻറ്റ്സ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പ് തന്നെ എടുക്കാം. ഒന്ന് നമുക്ക് വാട്ടർ എടുക്കാം, അതിനുശേഷം H2S എടുക്കാം, ദെൻ H2SE എടുക്കാം, H2TE എടുക്കാം. ഓക്കെ, നമ്മളിവിടെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. മോളാർ മാസ് കൂടുകയാണെങ്കിൽ, മോളാർ മാസ് കൂടുകയാണെങ്കിൽ വാണ്ടർ വാൾസ് ഫോഴ്സ് കൂടും. ശരിയല്ലേ? വാണ്ടർ വാൾസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. വാണ്ടർ വാൾസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ ഓട്ടോമാറ്റിക്കലി ബോയിലിംഗ് പോയിന്റ്, ഞാൻ BP എന്ന് എഴുതുകയാണ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും അഥവാ കൂടും. ഓക്കെ, ഇതാണ് ട്രെൻഡ്. നമുക്കറിയാം ഇവിടെ ഹൈഡ്രജൻ എല്ലാ ഗ്രൂപ്പിലും സെയിം ആണ്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഓക്സിജന്, സൾഫർ, സെലീനിയം, ടെലൂറിയം. നമുക്കറിയാം ഓക്സിജനിൽ നിന്ന് ടെലൂറിയത്തിലോട്ട് പോകുമ്പോൾ, അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മോളാർ മാസ് കൂടി വരും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി വാണ്ടർ വാൾസ് ഫോഴ്സ് കൂടും, ഓട്ടോമാറ്റിക്കലി ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ബോയിലിംഗ് പോയിന്റ് ആർക്കായിരിക്കും കൂടുതൽ? അതായത് H2TEക്കായിരിക്കും ഏറ്റവും കൂടുതൽ. അതിനുശേഷം H2SE, H2S, H2O, ഇതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം വാട്ടറിലെ ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാട്ടറിൽ നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് കാണാൻ കഴിയും. ഹൈഡ്രജൻ ബോണ്ട്. അതുപോലെ ഈ ഹൈഡ്രജൻ ബോണ്ട് വാണ്ടർ വാൾസ് ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി സ്ട്രോങ് ആണ്. ശരിയല്ലേ? രണ്ടും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, പക്ഷെ ഹൈഡ്രജൻ ബോണ്ട് ഒന്നുകൂടി സ്ട്രോങ് ആണ്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? വാണ്ടർ വാൾസ് ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക വാട്ടറിനായിരിക്കും. ഓക്കെ ആണോ? അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ H2TEക്കായിരിക്കും, അതിനുശേഷം H2SEക്കായിരിക്കും, അതിനുശേഷം H2S ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾ?
മോളാർ മാസ് കൂടുകയാണെങ്കിൽ വാണ്ടർവാൾസ് കൂടും, ബോയിലിംഗ് പോയിന്റ് കൂടും. അതുകൊണ്ടാണ് H2TEക്ക് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായത്. കാരണം TE ടെലൂറിയമാണ് ഏറ്റവും വലിയ എലമെന്റ്, അതായത് ഏറ്റവും മോളാർ മാസ് കൂടിയ എലമെന്റ്. പക്ഷേ ഇവിടുത്തെ എക്സെപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ വാട്ടറിൽ ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഈ ഹൈഡ്രജൻ ബോണ്ട് വാണ്ടർവാൾസ് ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് ഈ വാട്ടർ എവിടെ വരും? ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കൂടിയ എലമെന്റ് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ട്രെൻഡ് എന്തായിരിക്കും? H2TE, H2SE, H2S. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അസിഡിക് സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓക്സിജൻ ഫാമിലിയിലെ ഓർഡറാണ്. നിങ്ങൾ അസിഡിക് സ്ട്രെങ്ത് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഓരോ ഫാമിലിയിലും വ്യത്യസ്തമായിട്ട് തന്നെ പഠിക്കണേ. കാരണം ചില വേരിയേഷൻസ് ഓരോന്നിലും വരുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സെയിം ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ഗ്രൂപ്പ്സിന് എടുക്കാം. H2O, H2S, H2SE ആൻഡ് H2TE. ഓക്കെ ആണോ? നമ്മൾ എടുക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്? അസിഡിക് സ്ട്രെങ്ത് ആണ്. അസിഡിക് സ്ട്രെങ്ത് ആണ്. ഓക്കെ, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് സെൻട്രൽ ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ സൈസ് ഓഫ് സെൻട്രൽ ആറ്റം ഇൻക്രീസസ്. സെൻട്രൽ ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്. ബോണ്ട് ലെങ്ത് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറയും. ഈ ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞ എന്താ പ്രശ്നം? ഈ ഗ്രൂപ്പിന് ഈസി ആയിട്ട്, പ്രശ്നമല്ല, ഈ ഗ്രൂപ്പിന് ഈസി ആയിട്ട് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? സി, ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ H2TE എടുക്കാം. സി, ഹൈഡ്രജനും ടിയും തമ്മിൽ നമുക്കറിയാം ടിയുടെ സൈസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും, ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഹൈഡ്രജനെ വിട്ടുകൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഹൈഡ്രജനെ ഈസി ആയിട്ട് വിട്ടുകൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് പറയാം ഇവിടെ അസിഡിക് സ്ട്രെങ്ത് എന്താണ്? അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു എന്ന് പറയാം. അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു എന്ന് പറയാം. ഇപ്പോൾ എന്താ സംഭവിച്ചത്? സെൻട്രൽ H2TEക്കാണ് ഓക്സിജനിൽ നിന്ന് ടെലൂറിയത്തിലോട്ട് പോകുമ്പോൾ സൈസ് കൂടി വരും. അതുകൊണ്ട് ബോണ്ട് ലെങ്ത് ഈ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കൂടി വരും. പക്ഷേ ഒന്നുകൂടി, അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഓക്സിജനിൽ നിന്ന് ടെലൂറിയത്തിലോട്ട് പോകുമ്പോൾ സൈസ് കൂടി വരും. ശരിയല്ലേ? ഈ ടെലൂറിയം ഉൾപ്പെടുന്ന H2TE എടുത്താൽ അവിടെ സൈസ് കൂടുതലായതുകൊണ്ട് ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും, അതായത് ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും. ബോണ്ട് സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഈസി ആയിട്ട് ഹൈഡ്രജനെ എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്ത് കളയാൻ പറ്റും, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അസിഡിക് സ്ട്രെങ്ത് എന്താണ്? കൂടുതലാണ്. എന്നാൽ നമ്മൾ വാട്ടറിലോട്ട് വരികയാണെങ്കിലോ, ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രജനെ എന്ത് ചെയ്യാൻ കഴിയില്ല? റിമൂവ് ചെയ്യാൻ കഴിയില്ല, ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അസിഡിക് സ്ട്രെങ്ത് എന്തായിരിക്കും? ഇവിടെ കുറവായിരിക്കും. സോ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം, ഈവൻ ഈ H2TEക്ക് എന്താണ്? റെഡ്യൂസിങ് പവർ കൂടുതലാണെന്ന് പറയാം. കാരണം ഹൈഡ്രജനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഓക്കെ, H+ ഹൈഡ്രജൻ പുറത്തു പോകുന്ന പ്രോസസ് ആണല്ലോ, അതുകൊണ്ട്. ഇനി നമുക്ക് മറ്റൊന്നെടുക്കാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോൺ അഫിനിറ്റിയെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണം നിങ്ങൾ. ഓക്കെ, മാക്സിമം ഒപ്പം തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കാം. ഞാൻ എടുക്കുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡറാണ് കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡറാണ് കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റി ഓർഡർ ഓഫ് ഹാലോജൻസ്. ഇവരൊക്കെ ഹാലോജൻസ് അല്ലേ? ഹാലോജൻസ്. ഓക്കെ, നമ്മൾ നോർമലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ട്രെൻഡ് എന്താ? ഹാലോജൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ശരിയല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി മുകളിലെ എലമെൻറ്റ്സിനായിരിക്കും, താഴോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും. ഇതാണ് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ ഫ്ലൂറിൻ എടുക്കുകയാണ്. നമുക്കറിയാം ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എത്രയാണ്? അല്ലെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? 2p അല്ലേ? എന്നാൽ ക്ലോറിൻ എടുത്താലോ 3p ആണ്. 2p ഏകദേശം ഞാൻ ഇങ്ങനെ ഒന്ന് വരക്കാം, 3p കുറച്ചുകൂടിയും വലുതായിരിക്കും. ഓക്കെ, ഇവിടുത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 2pയിൽ സ്പേസ് അവൈലബിൾ ഫോർ ന്യൂ ഇലക്ട്രോൺ ഈസ് ലെസ്.
സ്പേസ് അവൈലബിൾ ഫോർ ന്യൂ ഇലക്ട്രോൺസ് ഈസ് ലെസ്. അതായത് പുതിയ ഇലക്ട്രോൺസിന് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ അട്രാക്ഷൻ ഇവിടെ കുറവായിരിക്കും. അതായത് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള അല്ലെങ്കിൽ ന്യൂ ഇലക്ട്രോൺസ് തമ്മിലുള്ള ആ അട്രാക്ഷൻ ഇവിടെ കുറവായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് പറയാം ഇലക്ട്രോൺ അഫിനിറ്റി കുറവാണെന്ന് പറയാം. പക്ഷെ നമ്മൾ 3Pയുടെ കേസ് വന്നാൽ ഇത് കുറച്ചുകൂടി വലിയ സൈസ് ആയതുകൊണ്ട് ദർ ആർ സ്പേസ് അവൈലബിൾ ഫോർ ന്യൂ ഇലക്ട്രോൺസ്. പുതിയ ഇലക്ട്രോൺസിന് എന്താണ് സ്പേസ് അവൈലബിൾ ആണ് എവിടെ? 3Pയുടെ കേസിൽ. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, നമുക്ക് ഇവിടെ സ്ട്രോങ് ന്യൂക്ലിയർ അട്രാക്ഷൻ ഉണ്ട് എന്ന് പറയാം. സ്ട്രോങ് ന്യൂക്ലിയർ അട്രാക്ഷൻ, അതായത് ന്യൂക്ലിയസും വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിൽ അല്ലെങ്കിൽ ന്യൂ ഇലക്ട്രോൺസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? ഇവിടെ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ്? ഡിക്രീസ് ചെയ്യായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ക്ലോറിന് ഫ്ലൂറിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ആയിരിക്കും. നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, നോക്കണേ. ക്ലോറിൻ ആയിരിക്കും ഫസ്റ്റ് വരിക, അതിനുശേഷം ആര് വരും? ഫ്ലൂറിൻ വരും. അതിനുശേഷം പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ട്രെൻഡാണ് ബ്രോമിൻ, അയഡിൻ. നമ്മൾ മുമ്പ് എന്താ എക്സ്പെക്ട് ചെയ്തത്? ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇങ്ങനെയല്ല, ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ക്ലോറിന് ഫ്ലൂറിനേക്കാളും ഇലക്ട്രോൺ അഫിനിറ്റിയാണ്. അതായത് ക്ലോറിൻ ആദ്യം വരും, അതിനുശേഷം ഫ്ലൂറിൻ വരും, പിന്നെയാണ് ആര് വരുന്നത്? പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ട്രെൻഡ്. ഈ ക്ലോറിൻ ഇലക്ട്രോൺ അഫിനിറ്റി കൂടാൻ കാരണം എന്താ? 3Pയിലെ സ്പേസ് അവൈലബിൾ ഫോർ ന്യൂ ഇലക്ട്രോൺ. ഇവിടെ ന്യൂ ഇലക്ട്രോണിന് സ്പേസ് അവൈലബിൾ ആണ്, പക്ഷേ ഇവിടെ എന്താ? അത്രയും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രോങ് ന്യൂക്ലിയർ അട്രാക്ഷൻ ആയിരിക്കും, ഇവിടെ ലെസ് ന്യൂക്ലിയർ അട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കും, ഇവിടെ ഇലക്ട്രോൺ അഫിനിറ്റി കുറവായിരിക്കും. മനസ്സിലായോ? സോ ഇത്രയുമാണ് ഓക്സിജൻ ഫാമിലിയിലെ ടോപ്പ് ട്രെൻഡ്സ് ആയിട്ട് വരുന്നത്.